പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതിൽ നമ്മുടെ ലയണൽ മെസ്സിയുടെ ഒരു ഗോൾ കൂടിയുണ്ട്. അങ്ങനെ 3-1 അർജന്റീന വിജയിച്ചിരിക്കുന്നു എന്നുള്ള വിവരം കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുകയാണ്. രഞ്ജു മത്തായി ഉണ്ട്. രഞ്ജു മത്തായി, അങ്ങനെ അർജന്റീന ഈ ലോകകപ്പ് മത്സരത്തിലെ തുടർച്ചയായ 3ാം വിജയം സ്വന്തമാക്കി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് നോക്കൌട്ടിൽ പ്രവേശിക്കാൻ പോകുന്നത്. ഗംഭീരമായ വിജയമാണ്. 3 ഗോളുകളാണ്. അതിൽ ഒരു ഗോൾ നമ്മുടെ ലയണൽ മെസ്സിയുടേത് തന്നെയാണ്. 2ാം ഹാഫിൽ ആണ് ലയണൽ മെസ്സി ഇറങ്ങുന്നത്. ലയണൽ മെസ്സി ഇറങ്ങുന്നു, ഒരു കിക്കിലൂടെ, മനോഹരമായ ഒരു കിക്കിലൂടെ ഗോളിയെ നിഷ്പ്രഭരാക്കിക്കൊണ്ടുള്ള ഗോളാണ് നമ്മൾ കണ്ടത്. അങ്ങനെ 3 ഗോളുകൾക്ക് അർജന്റീന വിജയിച്ചിരിക്കുന്നു. ജോർദാനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. 3-1 ആണ് ഇപ്പോൾ അർജന്റീനയുടെ വിജയം. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കലൂരിൽ നിന്നും അർജന്റീന ആരാധകർ കളി കാണുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. അവിടെ മെസ്സി ആരാധകർ, അർജന്റീന ആരാധകരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നു. എല്ലാ മത്സരങ്ങളിലും, അതായത് ലോകകപ്പിന്റെ 7 തുടർച്ചയായിട്ടുള്ള മത്സരങ്ങളിൽ ഗോൾ നേടിയ താരമെന്ന നേട്ടം കൂടി ഇപ്പോൾ ലയണൽ മെസ്സി സ്വന്തമാക്കിയിരിക്കുകയാണ്. നമുക്കൊപ്പം രഞ്ജു മത്തായിയുണ്ട്. രഞ്ജു, മറ്റൊരു റെക്കോർഡും കൂടി ലയണൽ മെസ്സി സ്വന്തമാക്കിക്കൊണ്ടാണ് അർജന്റീന തുടർച്ചയായി 3ാം ജയം സ്വന്തമാക്കുന്നത്. ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരായി അർജന്റീന നോക്കൌട്ടിലേക്ക് കടക്കുന്നു. ലയണൽ മെസ്സി തുടർച്ചയായി 7ാമത്തെ മത്സരത്തിലും ഗോൾ നേടിയിരിക്കുന്നു അല്ലേ? തീർച്ചയായും അരുൺകുമാർ, അർജന്റീന വലിയ വിജയം സ്വന്തമാക്കുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ 3 മത്സരങ്ങളിൽ 3 മത്സരവും ജയിച്ചുകൊണ്ട് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നോക്കൌട്ടിലേക്ക് കുതിക്കുകയാണ്. അത് അവരുടെ ഏറ്റവും വലിയ താരം, അവർ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമെന്ന് ലിയണൽ മെസ്സിയുടെ ചിറകിലേറി തന്നെയാണ് 3ാം മത്സരത്തിലും അർജന്റീനയുടെ ജയം എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം അർജന്റീനയ്ക്ക് വേണ്ടി തുടർച്ചയായ കഴിഞ്ഞ ഖത്തറിൽ എവിടെ തുടങ്ങിയോ അവിടെ നിന്ന് തന്നെ ലിയണൽ മെസ്സി തുടരുകയാണ്. ഖത്തറിൽ ഗോൾവേട്ട തുടങ്ങിയ ലയണൽ മെസ്സി അമേരിക്കയിലേക്ക് എത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രകടനം തുടരുകയാണ്. 7 മത്സരങ്ങളിൽ, കഴിഞ്ഞ ലോകകപ്പിലെ കഴിഞ്ഞ 7 മത്സരങ്ങളിൽ തുടർച്ചയായ 7 മത്സരങ്ങളിലും ഗോൾ നേടാൻ ലയണൽ മെസ്സിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. രഞ്ജു, ഞാൻ മലബാറിലേക്ക് പോകുന്നു. അവിടെ സോണൽ കൃഷ്ണയുണ്ട്. ആരാധകർക്കൊപ്പമാണ് സോണൽ. മെസ്സി വീണ്ടും കിടുക്കി. തീർച്ചയായിട്ടും വിശ്വം ജയിക്കാനുള്ള ആ പോരാട്ടത്തിൽ വീണ്ടും അത് ഹാഫ് ടൈമിന് ശേഷം ഇറങ്ങി മിഷിഹായുടെ കാലിൽ നിന്ന് ആ ഗോൾ പിറന്നിരിക്കുന്നു. ഇപ്പൊ കളി കഴിഞ്ഞ അർജന്റീന ആരാധകർ വരികയാണ്. എങ്ങനെയുണ്ട്? തകർത്തു അടിപൊളി കളി. ഫസ്റ്റ് ലെവലിൽ സ്കൊലോണി സെക്കൻഡ് ടീമാണ് ഇറക്കിയിരിക്കുന്നത്. നിക്കോപ്പാസ്, ആൽവാരസ് ആ ടീമിനെ വെച്ചിട്ട് എടുത്തന്നെ ആദ്യം തന്നെ 2 ഗോളിന് ജയിച്ചെടുക്കുകയായിരുന്നു. അതിന് ശേഷം ഇപ്പൊ മെസ്സി ഇറങ്ങിയപ്പോൾ കാത്തിരിപ്പിന് വിരാമം. ഞങ്ങൾ അടുത്ത കളി ഞങ്ങൾ കോപ്പ വെറുതെ ഞങ്ങൾ നിസ്സാരമായിട്ട് കാണൂല. 5 ലക്ഷം ആരാധക 5 ലക്ഷത്തെ ആളുകളുള്ള സ്ഥലത്തു നിന്നാണ് ആ ടീം വരുന്നത്. അവര് വെനീഷ്യസ് എന്ന് പറഞ്ഞ ഗോളി അവരെ ജില്ലക്കാരനല്ല. നമ്മളിപ്പോ 3 കളിയിൽ അല്ല, ഒരിക്കലും സ്ഥലമാണ് അങ്ങനെ കാണാൻ സാധ്യതയില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവരെ ഗോളി വെനീഷ്യസിനെ 2 കളി ഉണ്ടല്ലേ, എന്താ വെച്ചാൽ ലോകകപ്പ് 2 പ്രാവശ്യം എടുത്ത ഉറൂഖനെ തോൽപ്പിച്ച് സമനിലയിൽ നടത്തി. അത് കഴിഞ്ഞതിന് ശേഷം സ്പെയിനിനെ സമനിലയിൽ നടിച്ച് സൗദി അറേബ്യനെ സമനിലയിൽ നടിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിക്കുന്നത്. അടുത്ത മാച്ചിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം നിസ്സാരമായി കാണാൻ പറ്റില്ല. പക്ഷെ ഇത് കണ്ട കണ്ണടക്ക, വെറൈറ്റി കണ്ണടക്ക വെച്ചിട്ട് ഇതെന്താ പരിപാടി? നമ്മള് പൊതുവെ മെസ്സിന്റെ ആളല്ല, നമ്മൾ അർജന്റീന ടീമാണ്. അത് കൊല്ലങ്ങളായിട്ട് ഇത് നമ്മളെ ബ്രദർ, ബ്രസീലിന്റെ നമ്മള് ബ്രദറാണിത്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഖത്തറിന് കൂടുന്ന സാധനമാണ്. അതിപ്പോ മെയ്ഡ് ഇൻ ഖത്തർ. അപ്പൊ അവിടുന്ന് കൊടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ടീമാണ് പ്രധാനം. അടുത്തതിൽ നല്ല ഗോളും ഫ്രീ കിക്ക് ഒന്നും പറയാം. പക്ഷേ ക്രിസ്ത്യാനിക്ക് നിരാശയാണെങ്കിലും മെസ്സി പക്ഷെ അത് മറികടന്നു. തീർച്ചയായിട്ടും ഇപ്പൊ 6 ഗോളുമായിട്ട് മുന്നോട്ട് നിൽക്കുകയാണ് മെസ്സി. ഇന്നലെ റൊണാൾഡോക്ക് ബോൾ കിട്ടിയിട്ടല്ല. അപ്പൊ അതുകൊണ്ട് അടുത്ത കളി ഒന്നുകൂടെ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വീണ്ടും നമ്മുടെ ലയണൽ മെസ്സിക്ക് ഗോൾ എന്നുള്ളതാണ്. അങ്ങനെ അർജന്റീന 3-1 ജോർദാനെ പരാജയപ്പെടുത്തി നോക്കൌട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. കേപ്പ് വെർദെയാണ് അർജന്റീനയുടെ എതിരാളി. എഴുതിത്തള്ളാൻ പറ്റില്ല, കുഞ്ഞു രാജ്യമാണെങ്കിൽ പോലും കേപ്പ് വെർദെ അർജന്റീനയ്ക്ക് വലിയ വെല്ലുവിളിയായി മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കേപ്പ് വെർദെ മറികടന്നാൽ പിന്നീട് മുന്നോട്ട് കുറച്ചുകൂടി പ്രയാസമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും. സെമി ഫൈനൽ വരെ എത്താൻ വലിയ ടീമുകളൊന്നും ഇല്ലെങ്കിൽ പോലും അർജന്റീന കളിക്കുന്ന ഓരോ ടീമിനോടും ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ലാതെയാണ്, ടേക്കൺ ഫോർ ഗ്രാൻഡ് അല്ലാതെ വളരെ വിനീതമായാണ് അർജന്റീന കളിക്കുന്നത്. വിനീതമെങ്കിലും അത്രമേൽ പ്രൗഢോജ്വലമാണ് കേട്ടോ കളി. ഗംഭീരമായ ഗോളുകളാണ്. 3 ഗോളുകളും എണ്ണം പറഞ്ഞ ഗോളുകൾ തന്നെയാണ്. അതിൽ നമ്മുടെ ലയണൽ മെസ്സിയുടെ ഗോളിന് ഒരു പ്രത്യേക ചന്തം.